യു.എസ്. വിമാനവാഹിനി കപ്പൽ ഗ്രൂപ്പിനെ സഹായിക്കുന്ന ലോജിസ്റ്റിക്കൽ കേന്ദ്രങ്ങളെ നിയമാനുസൃത ലക്ഷ്യങ്ങളായി പ്രഖ്യാപിക്കുകയാണ് ഇറാൻ. ഇത് പശ്ചിമേഷ്യൻ പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുകയും പ്രാദേശിക കപ്പൽ പാതകൾക്ക് ഭീഷണിയാവുകയും ചെയ്യുകയാണ്. USS ജെറാൾഡ് ആർ ഫോർഡിന്റെ നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർക്രാഫ്റ്റ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്ന ലോജിസ്റ്റിക്കൽ സർവീസ് സൗകര്യങ്ങൾ നിയമാനുസൃത സൈനിക ലക്ഷ്യങ്ങളായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ കാരിയറിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഏതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമണങ്ങളെ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായി പ്രസ് TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെങ്കടലിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ കാരിയർ ഗ്രൂപ്പിന് സേവനങ്ങൾ നൽകുന്ന പിന്തുണാ കേന്ദ്രങ്ങളെ ഇപ്പോൾ കപ്പലിന്റെ പ്രവർത്തന ശൃംഖലയുടെ ഭാഗമായി കണക്കാക്കുന്നുവെന്നും അതിനാൽ യുദ്ധകാല സാഹചര്യങ്ങളിൽ നിയമാനുസൃത ലക്ഷ്യങ്ങളാണെന്നും ഇറാൻ അധികൃതർ പറഞ്ഞതായി ഇറാൻ റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാനും അമേരിക്കയും ഈ മേഖലയിലെ സഖ്യകക്ഷികളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടലിനിടെയാണ് മുന്നറിയിപ്പ്. രാജ്യത്തിനെതിരെ കൂടുതൽ സൈനിക നടപടികൾ തടയുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചെങ്കടലിൽ മുകളിൽ പറഞ്ഞ കാരിയർ ഗ്രൂപ്പിന് പിന്തുണ നൽകുന്ന ലോജിസ്റ്റിക്കൽ സേവന കേന്ദ്രങ്ങളെ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ലക്ഷ്യങ്ങളായി കണക്കാക്കുന്നുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ ഉദ്ധരിച്ച പ്രസ്താവനയിൽ അധികൃതർ വ്യക്തമാക്കി. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ എന്നിവ ഉൾപ്പെടെ നിരവധി സൈനിക ആക്രമണങ്ങളെയും പ്രതികാര നടപടികളെയും തുടർന്ന് മേഖലയിലെ ശത്രുത രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം. കഴിഞ്ഞ ആഴ്ചകളിൽ ഗൾഫ് മേഖലയിലുടനീളമുള്ള സൈനിക ആസ്തികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഷിപ്പിംഗ് റൂട്ടുകൾ എന്നിവ ലക്ഷ്യമിട്ട് ഇരുപക്ഷവും പരസ്പരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന വിമാനവാഹിനി കപ്പൽ അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും നൂതനമായ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ്. പശ്ചിമേഷ്യയിൽ വാഷിംഗ്ടണിന്റെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായി വിന്യസിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത്. ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ, ക്രൂയിസറുകൾ എന്നിവയുൾപ്പെടെയുള്ള എസ്കോർട്ട് കപ്പലുകളുടെ ഒരു കൂട്ടവും ലോജിസ്റ്റിക്കൽ സഹായവും അറ്റകുറ്റപ്പണികളും നൽകുന്ന സപ്പോർട്ട് കപ്പലുകളും ഉപയോഗിച്ചാണ് സാധാരണയായി ഈ കാരിയർ പ്രവർത്തിക്കുന്നത്. വിശാലമായ സംഘർഷം മിഡിൽ ഈസ്റ്റിലെ സമുദ്ര സുരക്ഷയെയും ഊർജ്ജ മാർഗങ്ങളെയും ഇതിനകം തന്നെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള പ്രധാന കപ്പൽ പാതകളുടെയും എണ്ണ ഗതാഗത മാർഗങ്ങളുടെയും സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ വർദ്ധിച്ചിട്ടുണ്ട്. പ്രതിസന്ധി ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഇതുവരെ പരിമിതമായ പുരോഗതി മാത്രമേ നേടിയിട്ടുള്ളൂ. അതേസമയം കൂടുതൽ സൈനിക വർധനവ് ആഗോള ഊർജ്ജ വിതരണത്തിനും മിഡിൽ ഈസ്റ്റിലെ സ്ഥിരതയ്ക്കും ഭീഷണിയാകുമെന്ന് പ്രാദേശിക സർക്കാരുകൾ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് തങ്ങളുടെ നടപടികളെന്ന് ഇറാൻ അധികൃതർ ആവർത്തിച്ചു. അതേസമയം USS ജെറാൾഡ് ആർ ഫോർഡ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ വിന്യാസം മേഖലയിൽ വാഷിംഗ്ടണിന്റെ സൈനിക നിലപാടിനെ പ്രകീർത്തിപ്പെടുത്തുന്നു. അതേസമയം സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയും സംഘർഷം ശമിക്കുന്നതിനുള്ള സൂചനകൾ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.